എല്ലാ വിഷുവിനും എല്ലാ ദീപാവലിക്കും നമ്മളൊക്കെ കണ്ടുവന്നിരുന്ന ഒരു ട്രോൾ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ഒരു അച്ഛന്റെയും ഒരു മകന്റെയും. കഴിഞ്ഞ വായ എന്ന സിനിമയിലൂടെ ബിജുക്കുട്ടൻ ചേട്ടൻ അഭിനയിച്ച് കാണിച്ച ആ ഒരു ഇന്നും ആ അച്ഛനും മകനും ജീവിച്ചിരിക്കുന്നത് വിഷു അല്ലെങ്കിൽ ദീപാവലി ദിവസങ്ങളിൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ആ സ്പെഷ്യൽ ഡേയ്സിൽ നമ്മളൊക്കെ ആ വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരെയും ചിരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അച്ഛനും മകനും നീറുന്ന ഹൃദയങ്ങളുമായി ആ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. അവരുടെ സങ്കടങ്ങളൊന്നും നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. അവരുടെ വിഷമങ്ങളെല്ലാം നമുക്ക് ചിരിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം FM ഉണ്ടായ ഒരു ഇന്റർവ്യൂവിൽ ആ ചേട്ടൻ പറഞ്ഞ വാക്കുകൾ വളരെയധികം നിരാശപ്പെടുത്തുന്നതായിരുന്നു. സ്വന്തം മകൻ ആ വീഡിയോ ഇറങ്ങിയതിനു ശേഷം അവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും അവന്റെ കൂട്ടുകാർ വരെ അവനെ കളിയാക്കി അവനെ ഒരു കൗൺസിലിങ്ങിന് വരെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായി. ആ കൗൺസിലിങ്ങിന് കൊണ്ടുപോയതിനു ശേഷമാണ് ആ കുട്ടിയെ നോർമലായി തിരിച്ചു കിട്ടുന്നത്. നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണോടോ, ഒരു വീഡിയോ കിട്ടുമ്പോൾ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ആ വീഡിയോ ഷെയർ ചെയ്തു കൂട്ടുമ്പോൾ ആ വീഡിയോയുടെ പിന്നിൽ ആരുടെയെങ്കിലും കണ്ണുനീരുണ്ടോ എന്ന്, അല്ലെങ്കിൽ ആ കണ്ണുനീരിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. എല്ലാ മലയാളികളുടെയും ഭാഗത്തു നിന്നുകൊണ്ട് ആ ചേട്ടനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്.